2019 മുതലുള്ള എല്ലാം പ്രതിസന്ധിയിലാണ്. 1999 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാം പരിശോധിക്കുകയും വേണം. കഴിഞ്ഞ 5-6 വർഷക്കാലത്തെ പ്രതിസന്ധിയും പറയുന്നു, 25 വർഷക്കാലത്തെ 26 വർഷക്കാലത്തെ പ്രശ്നങ്ങളും പറയുന്നു. 99 മുതൽ നാളിതുവരെ ഭരിച്ചിട്ടുള്ള ദേവസ്വം മന്ത്രിമാർ ഇതിന് അഭിപ്രായം പറയണം. പിന്നെ അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അഭിപ്രായം പറയണം, കമ്മീഷണർമാർ അഭിപ്രായം പറയണം. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തീർക്കുന്നതാണോ ഈ കാര്യങ്ങൾ? ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ കഴിഞ്ഞ ദിവസം വന്ന് ചാനലുകളുടെ മേക്കിട്ട് കയറുകയാണ്. തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്തെന്ന് ആരോപണം വന്നാൽ അത് നിന്ന് നേരിടുകയല്ലേ വേണ്ടത്. അതിന് പകരം കോടതി പറഞ്ഞിരിക്കുന്നു, കോടതിയിൽ അങ്ങനെ ചെയ്തിരിക്കുന്നു, ഇങ്ങനെ ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് പെരണ്ട ആകെ നാശക്കോട്ടയാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പത്രക്കാർ ചെന്നിരുന്നു, അവരെ വിരട്ടുന്നു, അവരോട് ബഹളം ഉണ്ടാക്കുന്നു, അവരുടെ മേക്കെട്ട് കയറുന്നു. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും 2 വ്യത്യസ്ത പ്രസ്താവനകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അല്ല, രമേശ് ചെന്നിത്തല വളരെ ആധികാരികമായി പറയുന്നു, ശബരിമലയുടെ സ്വത്ത് ആരാണ് കൊണ്ടുപോയതെന്ന് കൃത്യമായി ഭക്തന്മാർക്ക് അറിയാൻ അവകാശമുണ്ട്. അയ്യപ്പ സംഗമം തീർന്നതുകൊണ്ട് ഇത് പ്രശ്നം തീരുമോ? നേരത്തെ ആണെങ്കിൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ എവിടെ പണമുണ്ടോ, എവിടെ അധികാരമുണ്ടോ, എവിടെ ഒരു ആൾക്കൂട്ടമുണ്ടോ അവിടെ പ്രശ്നമാണ്. നമ്മൾ ഒരുപാട് പണം അവിടെ വന്നതാണല്ലോ ഈ പ്രശ്നം, ആൾക്കൂട്ടം വന്നതാണല്ലോ ഈ പ്രശ്നം. എത്രയോ അയ്യപ്പന്മാരുണ്ട്. കുളത്തൂപ്പുഴ ശാസ്താ ക്ഷേത്രമുണ്ട്. പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ അയ്യപ്പ വിഗ്രഹം വെച്ച് ഉപക്ഷേത്രങ്ങളായി ഉപദേവനായ അയ്യപ്പൻ്റെ വിഗ്രഹം വെച്ചിട്ടുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ അയ്യപ്പ ക്ഷേത്രമുണ്ട്. അയ്യപ്പൻ്റെ വിഗ്രഹം വെച്ച് പൂജിക്കുന്ന എത്രയോ നാടുകളുണ്ട്. ഡൽഹിയിലുണ്ട് അയ്യപ്പ ക്ഷേത്രം, ഒരു വിവാദവുമില്ല. ശബരിമലയിലാണ് ഈ വിവാദമെല്ലാം. വിദേശ രാജ്യങ്ങളിൽ അയ്യപ്പ ക്ഷേത്രമുണ്ട്. ഇപ്പോൾ പല വീടുകളിലും അയ്യപ്പ ക്ഷേത്രമൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിവാദമെല്ലാം വരുന്നത് ശബരിമല എന്ന് പറയുന്ന കാനനവാസനായ അയ്യപ്പനെക്കുറിച്ചാണ്. വലിയ വിവാദം വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. വി ഡി സതീശനും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൊള്ള ആരാണ് നടത്തിയത്? ഈ ശബരിമലയിലെ സ്വത്തിൻ്റെ കണക്കെവിടെ? അവിടെ വരുന്ന കോടാനുകോടി രൂപയുടെ സ്വർണത്തിൻ്റെ എല്ലാറ്റിൻ്റെ കണക്കെവിടെയാണ്? ആ കണക്ക് നമുക്ക് അറിയേണ്ടതുണ്ട്. ശരിയാണ്, ഭക്തജനങ്ങൾക്കത് അറിയണം. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഇത് അറിയേണ്ടതുണ്ട്. ഇത് എന്തുകൊണ്ട് സുപ്രീം കോടതി വെറുതെ ഇരിക്കുന്നു? എന്തുകൊണ്ട് ഹൈക്കോടതികൾ വെറുതെ ഇരിക്കുന്നു? എന്തുകൊണ്ട് കേന്ദ്ര ഭരണ സംവിധാനം വെറുതെ ഇരിക്കുന്നു? നമുക്കൊരിക്കലും മനസ്സിലാവുന്നില്ല. എന്ത് അന്തർധാരയാണ് ഇവിടെ ഉള്ളത്, പൊളിറ്റിക്കലായിട്ടുള്ളത്? എത്രയോ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ കഴിയാത്തതെന്തേ? രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ പറഞ്ഞു ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും. അദ്ദേഹവും എന്താണ് രാഷ്ട്രീയമായി കൊണ്ട് നടക്കുന്നത്? കുറച്ച് PR വർക്കും കുറച്ച് ബഹളങ്ങൾക്കും അപ്പുറം എന്തെങ്കിലും സത്യസന്ധമായി കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഗൗരവമായി ജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശബരിമല അയ്യപ്പൻ്റെ സ്വർണം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അവിടെ കൊണ്ടുവച്ച് 18-ാം പടി ചവിട്ടി കയറി, വ്രതമെടുത്ത് 18-ാം പടി ചവിട്ടി കയറി സമസ്ത അപരാധവും പുറക്കണേ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയേണ്ട സമയമായി. കൃഷ്ണൻ പോറ്റിയൊക്കെ പോറ്റിയാണ്, പക്ഷേ കഷ്ടമാണ് പോറ്റി. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഒരു പോറ്റിയുടെ പേരൊക്കെ വരുന്നത് തന്നെ വളരെ കഷ്ടമാണ്. താങ്കളെപ്പോലുള്ള ആളുകളൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ജനങ്ങളെ സേവിക്കേണ്ട വ്യക്തിത്വങ്ങളാണ്. പോറ്റി കുടുംബത്തിലാണ് ജനിച്ചത്. എങ്ങനെയാണ് ഇത്തരം ജന്മങ്ങൾ ഈ സംവിധാനത്തിൽ വരുന്നത്? പാഴ്ജന്മങ്ങളെന്ന് വേണ്ടി നമുക്ക് പറയേണ്ടി വരും. എന്തിനാണ് ഈ ജന്മങ്ങൾ ഇങ്ങനെ വരുന്നത്? വളരെ കഷ്ടമാണ്. ഞാൻ അങ്ങനെ പറയുന്നില്ല, പാഴ്ജന്മമൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ അദ്ദേഹം കൊണ്ട് കേസ് കൊടുത്ത് വഴക്ക്, നമുക്കങ്ങനെ യാതൊരു താല്പര്യമില്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. ആ പദം ഇതിൽ തന്നെ പിൻവലിച്ചിരിക്കുന്നു, യാതൊരു അഭിപ്രായമില്ല. പക്ഷേ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അതിൽ അവരെ തെറ്റ് പറയാൻ കഴിയുമോ? വളരെ കഷ്ടമാണ് ഈ കാര്യങ്ങൾ പോറ്റിയൊക്കെ ചെയ്യുന്നത്, വളരെ കഷ്ടമാണ്. എന്തായാലും രമേശ് ചെന്നിത്തല ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്, വി ഡി സതീശൻ വന്നിട്ടുണ്ട്, ഭരണകക്ഷിക്കെതിരെയുള്ള എല്ലാവരും ശക്തമായി വരുന്നു. ഭരണകക്ഷി പ്രതിപക്ഷ ശക്തിയുടെ ബലാബലമല്ല നമുക്ക് പ്രധാനം. ശബരിമലയിൽ കഴിഞ്ഞ 25 വർഷമായി എന്ത് സംഭവിച്ചു? അവിടുത്തെ സ്വർണം, അവിടുത്തെ സ്വത്ത്, അവിടെ വന്ന നാണയങ്ങൾ, അവിടെ വന്ന തുക ആര് കൊണ്ടുപോയി? ദ്വാരപാലക പീഠവും അതും എൻ്റെ പിന്നെ ചെമ്പാണോ, വെള്ളിയാണോ, സ്വർണമാണോ? പാളികളെവിടെ? വാതിൽപ്പാളികളെവിടെ? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. വിജയ് മല്യ എത്ര കൊടുത്തു? അത് സ്വർണമാണോ, ചെമ്പാണോ, സ്വർണം പൂശിയതാണോ? ഇതിനെയൊക്കെ സംബന്ധിച്ച് വളരെ കൃത്യമായ കണക്കുകൾ അറിയുവാൻ പൊതുജനങ്ങൾക്കും ഭക്തർക്ക് പ്രത്യേകിച്ചും താല്പര്യമുണ്ട്. ഏത് ഏജൻസി അന്വേഷിച്ചാലും, ഇപ്പോൾ CBI അന്വേഷിക്കണം എന്ന് വി ഡി സതീശൻ പറഞ്ഞു, NIA അന്വേഷിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. NIA ആയാലും ഇൻകം ടാക്സിൻ്റെ അന്വേഷണം വേണ്ടത് ആവശ്യമുണ്ട്, അവിടെ വന്ന വരുമാനമാണല്ലോ. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത ഏജൻസി, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോലുള്ള സംവിധാനങ്ങൾ ആരായാലും ഈ രാജ്യത്തെ ഏറ്റവും മനോഹരമായ നല്ല സംവിധാനങ്ങൾ വന്ന് അന്വേഷിക്കുവാൻ കേരള ഗവൺമെൻറ് ആവശ്യപ്പെടണം.
കൃത്യമായി കണക്കുകൾ അറിയാൻ ജനങ്ങൾക്കും ഭക്തർക്കും അവകാശമുണ്ട്. അത് ഉറപ്പുവരുത്താൻ അങ്ങനെ അവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു കാര്യങ്ങളെന്നും തെറ്റ് ചെയ്തവർ അകത്ത് പോകുമെന്നുള്ള മെസ്സേജ് കൊടുക്കുന്നതിൽ കേരള ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതെങ്ങനെയെങ്കിലും മുക്കി താഴ്ത്തി ആരെങ്കിലുമൊക്കെ പണം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ രക്ഷപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത്. ആരാണ് കുഴപ്പം കാണിച്ചിട്ടുണ്ടെങ്കിലും അതിനെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ വന്ന സാഹചര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണം.